ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2ന്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ. അതായത് ഒരാഴ്ചത്തെ മൊത്തമല്ല, ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഏകദേശം എപ്പിസോഡിന്റെ ഒരു പ്രൊമോയാണ് കേട്ടോ. നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഇന്ന് അടിപൊളി സൺഡേ ആയിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അധികം ദീർഘിപ്പിച്ച് മുഷിയിപ്പിക്കാണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലോട്ട് കടക്കാം. അതായത് നമ്മുടെ അനുവും അലോകും തമ്മിൽ അറിയാലോ, സ്റ്റണ്ടിന്റെ കേസിൽ പറയണ്ട, ഒരാൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ പോലീസിന്റെ മുമ്പിൽ വെച്ച് അനു അത്രയും പറഞ്ഞപ്പോ അലോകിന് ആകെ പേടിയും ഭയവും തോന്നി. അങ്ങനെ അലോക് ആ പേരും പറഞ്ഞിട്ട് അനുവിന്റെ കൂടെ കാറിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കഴിഞ്ഞു. നീ എന്നെ പോലീസിന് പിടിപ്പിച്ചു കൊടുക്കാൻ നോക്കിയല്ലേടി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അനു പറഞ്ഞു, ഇതല്ല, ഇതിനപ്പുറം നമ്പറും ഈ അനുവിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്നെയോ എന്റെ വീട്ടുകാരെയോ ഏതെങ്കിലും വിധേയന അലോകെ നീ ഇൻസൾട്ട് ചെയ്യാനോ അവരെന്തെങ്കിലും ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അനു മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കില്ല. എന്റെ ജീവിതം തന്നെ ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ചേക്ക എന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ അലോകും വിട്ടുകൊടുക്കുന്നില്ല. അലോക് അതിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ഞാൻ നിന്റെ ഓരോ കേസിനും ഞാൻ എന്റെ തല കൊണ്ട് വെച്ചിരുന്നാണോ നീ കരുതിയത്? എടി, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു സ്റ്റണ്ടും ബഹളവും ഒക്കെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ദിരാമ്മ നമ്മുടെ ഗോമതി ഉണ്ടാക്കിയ പായസം കൊണ്ടുവന്ന് നമ്മുടെ അനുമോക്ക് കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അനുമോക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. കാര്യം വേറൊന്നുമല്ല, അമ്മയ്ക്ക് എന്നോട് ഒരു ചെറിയ ഒരു എന്താണ് മനസ്സിനൊരു ഇതൊക്കെ തോന്നുന്നുണ്ടെന്ന് അനുവിന് തോന്നുകയാണ്. അപ്പൊ അനു എന്ത് ചെയ്യുന്ന വെച്ചാൽ അമ്മയുടെ അടുത്ത് ഒന്നും മിണ്ടാം, അമ്മയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കുകയല്ലേ, ഈ സമയത്ത് അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാം, താൻ ചെയ്ത തെറ്റിന് അമ്മയോട് മാപ്പ് പറയാം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു നമ്മുടെ അനുമോള് ചിന്തിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ അനുമോള് നോക്കിയപ്പോഴത്തേക്ക് ദേവമംഗലത്തിന്റെ അവിടെ, അതായത് കൃഷ്ണമംഗലത്തിന്റെ ആ അറ്റത്ത്, അവരുടെ വീടിന്റെ മതിൽ ആ വേലി പോലെ കെട്ടിയിരിക്കുന്നതിന്റെ അറ്റത്ത് നിന്ന് ഗോമതി ചെടിക്ക് നനച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ അനുമോള് ചെന്നിട്ട് പതുക്കെ മനസ്സിൽ ഓർക്കും, അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഒന്നും മിണ്ടാം, അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് എത്ര നാളായി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ സ്നേഹിച്ച് വളർത്തിയ ഒരു മകളല്ലേ. അപ്പൊ ആ ഒരു ഇതില് അനുമോള് പതുക്കെ ഗോമതിയുടെ അടുത്ത് മിണ്ടാനായിട്ട് ചെല്ലുകയാണ്. അമ്മ ഞാനാന്ന് പറയുമ്പോഴേക്കും ഗോമതി മുഖം ഉയർത്തി നോക്കുമ്പോ അനുവാ. അമ്മ എന്നോട് പൊറുക്കണം എന്ന് പറയാം. ഏതമ്മയടി നിന്റെ അമ്മ? നീ എന്തർത്ഥത്തിലാടി എന്നെ അമ്മയെന്ന് വിളിച്ചത്? അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു, അവള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഗോമതി ആ നനച്ചുകൊണ്ടിരുന്ന ചെടിയിൽ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ആ വെള്ളം എടുത്തിട്ട് മൊത്തത്തിലായിട്ട് നമ്മുടെ അനുശ്രീയുടെ മുഖത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അനുശ്രീ അങ്ങ് വല്ലാണ്ടായിപ്പോയി. കാരണം ഇത്രയും ദേഷ്യം എന്റെ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് അനു ഒരിക്കലും വിചാരിച്ചില്ല. അനുശ്രീ അവിടെ നിന്ന് അങ്ങ് കരയാണ്. അവള് മാപ്പ് പറയാനായിട്ട് വന്നേക്കണോ, നിനക്ക് നാണം ഉണ്ടോടി എന്നൊക്കെ ചോദിച്ചിട്ട് ഗോമതി കുറെ ഇങ്ങനെ അനുവിനെ പറയാണ്. അപ്പൊ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇന്ദിരാമ കൃഷ്ണമംഗലത്തിൽ നിന്ന് ഓടി വരെയാണ്. അല്ല, ഇത് ആരാ എന്റെ മോളെ ഇങ്ങനെ വെള്ളം കൂടി ഒഴിച്ചത്? ഗോമതി നീയാണോ? ആ, ഞാൻ തന്നെ. എന്നെ അമ്മയെന്ന് വിളിച്ചോണ്ട് വന്നിക്കണു. എനിക്ക് നിന്റെ മുഖം കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പാണ്. എന്റെ മനസ്സിൽ പോലും നീ ഇല്ല എന്നൊക്കെ ഗോമതി പറയുന്നുണ്ട്. നീ ചെയ്ത തെറ്റ് ഞാനോ ബാലേട്ടനോ ഒരിക്കലും ക്ഷമിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഇന്ദിരാമ പറഞ്ഞു, ഗോമതി മതി, നീ ഇത്രയൊന്നും ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഈ സാഹചര്യം കടന്നു വന്നവളല്ലേ നീയും, എങ്കിൽ പിന്നെ ഞാനും നിന്നോട് ഇങ്ങനെയല്ലേ പെരുമാറേണ്ടതെന്ന് ഇന്ദിരാമ ചോദിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോമതിക്ക് മറുപടി ആയിട്ടൊന്നുമില്ല. എന്നിട്ട് ഗോമതി പറയാം, അതെ, അമ്മ ഇതിലൊന്നും ഇടപെടണ്ട, അമ്മ പൊക്കെ, അവൾ എന്റെ അടുത്ത് വന്നിക്കുന്നു ഇങ്ങോട്ട് മിണ്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഗോമതി കുറെ പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദിരാമേനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ അനുമോള് കരയാണ്. കാരണം സങ്കടമായിപ്പോയി അനുവിന്. അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ വല്ലാത്തൊരു വിഷമം. അപ്പം നമ്മുടെ ഇന്ദിരാമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗോമതിയുടെ അടുത്ത് പറയാം, നീ കയറിപ്പോയേ, അവള് നിന്റെ അടുത്ത് ഒന്നും മിണ്ടിയെന്ന് വെച്ചിട്ട് ഇതിൽ മാത്രം കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് കയറിപ്പോയിട്ടോ. അപ്പോഴേക്കും അനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ദിരാമ്മ കൃഷ്ണമംഗലത്തേക്ക് കൊണ്ട്. അപ്പോഴേക്കും അനു പറഞ്ഞു, അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം എന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ടോ. സാരയില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവള് കുറച്ച് സമയം എടുക്കും, അവള് തന്നെ നിന്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് മിണ്ടും.
എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അനു പറഞ്ഞു, അല്ല ഇന്നലെ അമ്മ എനിക്ക് വേണ്ടി പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന് കരുതിയപ്പോ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്നോട് കുറച്ച് മനസ്സലിവൊക്കെ തോന്നി തുടങ്ങി എന്ന് കരുതിയിട്ടാ മുത്തശ്ശി എന്ന് പറഞ്ഞ് അനു വിഷമിച്ചിരുന്നു. അങ്ങനെ റൂമിൽ പോയി അനു കുറെ സങ്കടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ മിത്രേനെ ആര്യം കൊണ്ടുപോയിട്ട് ഒരു ഈ ഫിസിക്കലി ട്രെയിനിങ് കൊടുക്കുന്ന ഓരോ ഇതുണ്ടല്ലോ, അപ്പൊ അവിടെ കൊണ്ടുവന്ന് ചേർക്കാണ്. അപ്പം അവിടുത്തെ സാറുമായിട്ടൊക്കെ സംസാരിക്കണം. അപ്പൊ അയാള് നല്ല മോട്ടിവേഷൻ കൊടുക്കണം മിത്രയ്ക്ക്. ഇവിടെ ഈ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ SI ടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല ഫിസിക്കലി നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ട് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അപ്പം ആര്യൻ ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ മിത്രേനെ അവിടെ ചേർക്കണം. കാരണം ആര്യന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മിത്രേന് ഫിസിക്കലി ട്രെയിനിങ് കൊടുക്കാനൊന്നും ആര്യന് പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ആകുമ്പോൾ കൃത്യമായിട്ട് അവൾ ആ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമാകും എന്ന് കരുതിയിട്ടാണ്. അപ്പം അവര് ചേർന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മിത്ര ആര്യനോട് ചോദിക്കുകയാണ്, അല്ല ആര്യ എത്ര രൂപ ഇവിടെ ഫീസ് എന്നൊക്കെ ചോദിക്കണം. അതിപ്പോ നീ അറിയണ എന്തിനാ? നീ പോയി പഠിച്ച് നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ടല്ലേ ചേർക്കണേ. എന്നാലും പറ ആര്യ എത്ര രൂപയാ? അപ്പോഴേക്കും നമ്മുടെ ആര്യം പറഞ്ഞു 20,000 രൂപ. അത് കേൾക്കുമ്പോൾ നമ്മുടെ മിത്ര ഞെട്ടാണ്. എന്താ ആര്യ ഈ പറയണ 20,000 രൂപ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ കോഴ്സ് ഇതിന് കോച്ചിന്? അപ്പോഴത്തേക്കും രാജീവ് നമ്മുടെ ആര്യം പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം. ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ആ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മിത്രയ്ക്ക് അത്ര മുഖം തെളിഞ്ഞിട്ടില്ല. കാരണം വെറുതെ അത്രയും രൂപയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു നമ്മുടെ മിത്രയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന എന്തെന്ന് വെച്ചാല് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലാണ്. നമ്മുടെ ദേവി ഇപ്പം 2 ദിവസമായിട്ട് ഗോമതി സ്റ്റോഴ്സിലൊക്കെ പോയി തുടങ്ങിയല്ലോ. അപ്പം നമ്മുടെ ഉദയഭാനു ഒരു ദിവസം നമ്മുടെ ദേവമംഗലത്ത് വരെയാണ്. അത് ചുമ്മാതല്ല, ദേവി ഇങ്ങനെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ പോയി തുടങ്ങി എന്ന ഒരു ന്യൂസ് കിട്ടിയിട്ടാണ്. അങ്ങനെ അവിടെ ദേവമംഗലത്ത് ചെന്നപ്പോൾ നമ്മുടെ ഗോമതി പറഞ്ഞു, ദേവിമോൾ ഇവിടെ ഇല്ല, കടയിൽ പോയി എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, എന്നാൽ ഞാൻ അവിടെ പോയി കണ്ടോളാന്ന് പറഞ്ഞ് അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നേരെ ഉദയഭാനു കടയിലോട്ട് ചെല്ലാണ്. അപ്പൊ അവിടെ നമ്മുടെ ബാലനും ധർമ്മനും ഇല്ലാത്ത സമയം നോക്കി ഉദയഭാനു പതുക്കെ അകത്ത് കയറാണ്. അങ്ങനെ അകത്തോട്ട് ചെന്നപ്പോ ദേവി അവിടെ ഉണ്ട്. അപ്പോഴേക്കും ദേവി അച്ഛനെ കണ്ട് ഞെട്ടാണ്. അപ്പൊ പറയാ, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെന്താ മോളെ, എനിക്ക് എന്റെ മകളെ കാണാൻ പറ്റില്ലേ? ഞാൻ ദേവമംഗലത്ത് ചെന്നപ്പോ നീ ഇപ്പൊ ഇങ്ങോട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എന്തായാലും നന്നായി, നിന്റെ മനസ്സിനൊക്കെ ഒരു സമാധാനമൊക്കെ ഉണ്ടാവുമല്ലോ മോളെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ടൊന്നും വരണ്ട, ഇനി ആനന്ദേട്ടന്റെ ദേഷ്യവും ഇതും ഒക്കെ ഇനി ചേട്ടൻ അല്ല അച്ഛൻ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ആനന്ദേട്ടൻ ഇപ്പൊ എന്നെ കാണുന്ന കൂടി വെറുപ്പാണ്, എന്നോട് ഒരു സ്നേഹമോ ഒന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ ഇനി ഇങ്ങോട്ട് എന്നെ തിരക്കി വരണ്ട. ആനന്ദേട്ടൻ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രയും തരം താഴ്ത്തി തന്നെ അച്ഛനോട് സംസാരിക്കും, പിന്നെ എന്തിനാ എന്ന് പറഞ്ഞു. അപ്പൊ ഉദയഭാനു പതുക്കെ ആ വിഷയം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ല ബാലൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ബാലച്ചിന് ഒരു ആളെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ധർമ്മമാമൻ ചായ കുടിക്കാൻ വേണ്ടി പോയി. വേറൊരാള് വയസ്സായ ആൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ, അയാൾ എന്തേ? ഓരോരുത്തരായിട്ട് നമ്മുടെ ഉദയഭാനു തിരക്കാണ്. കാരണം എന്ന് വെച്ചാൽ എന്തോ മനസ്സിൽ കരുതിയിട്ടാണ് ആ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവി പറഞ്ഞ് ഇന്ന് രാമേട്ടൻ ലീവാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഉദയഭാനു പറഞ്ഞു, മോളെ അച്ഛൻ ഈ വെയിൽ കൊണ്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു, അച്ഛന് വല്ലാത്തൊരു ക്ഷീണ. അതിനെന്താ വെച്ചാൽ ഞാൻ ഒരു നാരങ്ങ വെള്ളം എടുത്തു തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവി പോയി ഒരു നല്ല ഒരു ഇടത്തിന് തണുപ്പൊക്കെ കൂടി തന്നെ ഒരു നാരങ്ങ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ നാരങ്ങ വെള്ളം എടുക്കാൻ പോയ തക്ക നല്ലൊരു അവസരം നോക്കി നമ്മൾ ഉദയഭാനു പതുക്കെ ക്യാഷ് കൗണ്ടറിലോട്ട് ചെല്ലും കേട്ടോ. അപ്പൊ അവിടെ ഡ്രോ പൂട്ടി ഇങ്ങനെ താക്കോല് ലോക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഡ്രോ പതുക്കെ തുറന്നു കേട്ടോ. ദേവി ബാക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഉദയഭാനു ആ ഡ്രോ തുറന്നപ്പം 500ന്റെ ഒക്കെ നോട്ടുകൾ കിടക്കുക. അതിൽ നിന്ന് കുറെ 500ന്റെ നോട്ട് എടുത്ത് പോക്കറ്റിൽ കയറ്റിയിട്ട് പതുക്കെ കയ്യും കെട്ടി അവിടെ തന്നെ നിൽക്കണം. അപ്പോഴേക്കും നമ്മുടെ ദേവി വന്ന് നാരങ്ങ വെള്ളം കൊടുത്തു. അല്ല അച്ഛൻ എന്തിനാ ഇവിടെ ക്യാഷ് കൗണ്ടറിൽ വന്ന് നിൽക്കണേ? അച്ഛാ എന്തെങ്കിലും കള്ളത്തരം കാണിക്കാനാണോ? അതെ, എന്റെ ഈ ഒരു ഇതും കൂടെ അച്ഛൻ കളയരുത്, എനിക്ക് പിന്നെ പടിക്ക് പുറത്താണ് എന്റെ സ്ഥാനം എന്ന് പറഞ്ഞു. അയ്യയ്യേ മോളെ, നീ എന്താ ഈ പറയണേ? നിനക്ക് ഒരു ഇത് കിട്ടണ ഒരു ഇതില് ഞാൻ വന്ന് ഇപ്പൊ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അത് നിന്നെയല്ലേ ബാധിക്കണ? ഞാൻ എന്നെ അത്രയ്ക്ക് മണ്ടനാണോ എന്നൊക്കെ ചോദിച്ചു. അല്ല അച്ഛന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് ദേവി പറഞ്ഞു. എന്നിട്ട് ഉദയഭാനു പറഞ്ഞു, ഓ ഈ കടയ്ക്കകത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നേ ഉള്ളൂ, ആരെങ്കിലും വരികയാണെങ്കിൽ ഇനി ഇതാവണ്ടല്ലോ എന്ന് കരുതി ക്യാഷ് കൗണ്ടറിന്റെ അങ്ങോട്ട് മാറി നിന്നതാണെന്ന് ഉദയഭാനു പറഞ്ഞു. ഞാൻ എന്തായാലും മാറിയേക്കാം.
എന്ന് പറഞ്ഞ് ഉദയഭാനു ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് മാറി നിന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ദേവിയുടെ അടുത്ത് യാത്ര പറഞ്ഞ് പോവാണ്. അപ്പൊ ദേവി പുറത്തിറങ്ങി നിന്ന് അച്ഛൻ പോണത് നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ ധർമ്മൻ ചായയൊക്കെ കുടിച്ചിട്ട് വരുന്നത്. അല്ല ദേവിമോളെ, നീ എന്താ ഇവിടെ നിൽക്കണേ? അത് ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ദേവമംഗലത്ത് കാണാത്തോണ്ട് ഞാൻ ഇവിടെയാണെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അപ്പൊ അച്ഛൻ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ ധർമ്മമാമ എന്ന് പറഞ്ഞു. ആണോ? ആഹാ, ഉദയഭാനു സാറ് വന്നായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പിന്നെ കയറണ. അപ്പം ധർമ്മനോ അല്ലെങ്കിൽ നമ്മുടെ ദേവിയോ അറിയണില്ല നമ്മുടെ ഉദയഭാനു അവിടെ നിന്ന് ക്യാഷ് അടിച്ച് മാറ്റിയ കാര്യം. അങ്ങനെ വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ ക്യാഷും കാര്യങ്ങളും കണക്കൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയാണ്. കാരണം ഈ ഗോമതി സ്റ്റോഴ്സ് കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള ബൾക്കായിട്ടുള്ള ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടുള്ള കച്ചവടമൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അത് തന്നെയാണ് ദേവമംഗലത്തിന്റെ വിജയരഹസ്യം. കാരണം ആ രീതിയിലാണ് ബാലൻ ആ കട കൊണ്ടുപോണത്. അപ്പൊ ബാലൻ കണക്കും കാര്യങ്ങളും നോക്കിയപ്പോ നല്ലൊരു പൈസയുടെ ഷോർട്ടേജ് വരുന്നുണ്ട്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും ബാലൻ അത് കാൽക്കുലേറ്റ് ആവണം. അപ്പൊ ബാലൻ ചിന്തിക്കാണ്, ഇന്ന് രാമേട്ടൻ വന്നിട്ടില്ല, ധർമ്മനും ദേവിയാണ് ഉണ്ടായിരുന്നത്. ഒരിക്കലും ദേവിമോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ധർമ്മനോ? ഇന്ന് വരെ അവൻ എന്റെ കൂടെ നിന്നിട്ട് അങ്ങനെ ഒരു ആവശ്യത്തിന് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അവൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്താൽ തന്നെയും അത് എന്നോട് ബാലേട്ടാ ഞാൻ ഇങ്ങനെ എടുത്തു, ഇത്ര രൂപ എടുത്തായിരുന്നു എന്ന് ഇങ്ങനെ പറയും. അപ്പൊ പിന്നെ ഇത് എന്താ സംഭവിച്ചത്? എന്തായാലും ദേവിമോളെ ഞാൻ സംശയിക്കില്ല, ഇനി ധർമ്മനായിരിക്കോ? എന്തായാലും നാളെ ഒന്ന് സംസാരിച്ച് നോക്കാന്നും പറഞ്ഞ് ബാലൻ ആക്കുകയാണ്. അപ്പൊ റൂമി ബാലൻ ഇങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് നമ്മുടെ ഗോമതി വരെയാണ്. അപ്പൊ ഗോമതി വന്നിട്ട്, ദേവിമോൾ ഇന്ന് കടയിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ബാലൻ പറഞ്ഞു, അവൾ ആകെ മാറി, കടയ്ക്ക് ഒരു ഉഷാറായി, ഞങ്ങൾക്കും ഒരു സ്പിരിറ്റ്. കാരണം സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനും മറ്റുള്ള കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് അവരോടൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ ദേവിമോളും മിടിക്കുകയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതിക്ക് ഒരു സന്തോഷം. കാരണം ആ ഒരു തെളിച്ചവും വെളിച്ചവും മോളുടെ മുഖത്തുണ്ട് ബാലേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഗോമതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ബാലേട്ട വിഷമാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? അപ്പൊ നമ്മുടെ ബാലൻ ചോദിക്കുക, എന്താ? അനു എന്നോട് സംസാരിക്കാനായിട്ട് വന്നു കൃഷ്ണമംഗലത്ത് നിന്ന്. എന്നിട്ടോ? അപ്പൊ പറഞ്ഞു, ഞാന് നല്ല മറുപടിയും കൊടുത്തു, കയ്യിലിരുന്ന ബക്കറ്റിലെ വെള്ളം കോരി ദേഹത്തൂടെ ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. നീ എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയത്? അവള് വന്ന് നിനക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് അകത്ത് കയറി പോയാ പോരെ, അങ്ങനെയൊക്കെയാണോ ചെയ്യണമെന്ന് പറഞ്ഞ് ബാലൻ വഴക്കു പറയാണ്. അപ്പൊ പറഞ്ഞു, എന്നെയും ബാലേട്ടനെ ഇത്രയും വിഷമിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഇത്രയും കനൽ കോരി ഇട്ടിട്ട് പിന്നെ ഞാൻ അവളോട് എങ്ങനെ പെരുമാറണമെന്നാ ബാലേട്ടൻ പറയണേന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവര് കിടക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ധർമ്മന്റെ റൂമില് നമ്മുടെ സുകന്യ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാര്യം വേറൊന്നും അല്ല, സുകന്യ നോക്കുമ്പോ നമ്മുടെ ദേവി ഗോമതി സ്റ്റോഴ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ മിത്രയ്ക്ക് കോച്ചിങ്ങിന് പോണം, നമ്മുടെ പിന്നെ മിനുവിന് ജോലിയുണ്ട്. ഇപ്പൊ ദേവി ഗോമതി സ്റ്റോഴ്സിൽ പോയി, എനിക്ക് മാത്രം ഒരു പണിയില്ല, ഒരു കാര്യം ചെയ്താലോ, ഞാനും കൂടെ ഗോമതി സ്റ്റോഴ്സിൽ പോയാലോ എന്നുള്ള ഒരു ചിന്തയാണ് സുകന്യയുടെ മനസ്സിൽ. അങ്ങനെ ധർമ്മം വന്നിരുന്നപ്പോ സുകന്യ പറഞ്ഞു, ധർമ്മേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്താണാവോ? അപ്പൊ പറഞ്ഞു, അതെ, ഞാൻ നാളെ മുതൽ ഗോമതി സ്റ്റോഴ്സിൽ പോവാൻ പോവാന്ന് പറയും. അതെന്താ ഇപ്പൊ പെട്ടെന്നൊരിത്? അല്ല, ദേവി പോകുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണ എങ്ങനെ? ധർമ്മേട്ടനും കൂടെ അവകാശപ്പെട്ടല്ലേ, അപ്പൊ എനിക്കും വരാലോ, പിന്നെന്താ? അപ്പൊ പറഞ്ഞ, അതെ, നീ ഇവിടെ ഇരുന്നാ മതി, ഇത്രയും നാളൊന്നും നിനക്ക് ഇങ്ങനത്തെ കുരുപ്പും കുഞ്ഞായ്മൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നു എന്ന് ചോദിച്ച് ധർമ്മം വഴക്കു പറയാണ്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാനും പോകുമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ സുകന്യ നിൽക്കുകയാണ്. പക്ഷെ ധർമ്മം നല്ല രീതിക്ക് തന്നെ ഡോസ് കൊടുത്ത് സുകന്യനെ അടക്കി നിർത്തി. പക്ഷെ എങ്കിലും ധർമ്മന് ഒരു സംശയം ഉണ്ടായിരുന്നു, നാളെ ഇനി എങ്ങനെ ഇവള് പോകുമോ എന്നുള്ളത്. ദേവി പോകുന്നതിന്റെ പേരിലാണ്. അപ്പം പറഞ്ഞു, ദേവി മോള് പോകുന്നതിന്റെ അവളെ കടയിലോട്ട് കൊണ്ടുപോയത് തന്നെ അവൾ ഇവിടെ ഇരുന്ന് ആ കുഞ്ഞു മരിച്ചതിന്റെ മാനസിക ഒരു ഇതൊക്കെ കാരണം അവൾക്കൊരു മനസ്സ് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ബാലേട്ട അങ്ങോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷെ സുകന്യ അതൊന്നും പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. സുകന്യക്ക് പോണം എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബാലൻ കടയിൽ വന്നപ്പോൾ നമ്മുടെ ധർമ്മനുമായിട്ട് സംസാരിക്കുന്നത്, ഇന്നലത്തെ കണക്കിൽ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ധർമ്മ, നീ കുറച്ച് ക്യാഷ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല ബാലേട്ട, ഞാൻ എടുത്തെങ്കിൽ ബാലേട്ടനോട് പറയില്ലേ, ഞാൻ എടുത്തിട്ടില്ലെന്ന് ധർമ്മം പറഞ്ഞു. അല്ല പിന്നെ എങ്ങനെ അത്രയും ക്യാഷ് ഷോർട്ടേജ് ആയി? എന്താ സംഭവിച്ചെന്നറിയില്ല, ഞാൻ കൊടുത്തവരുടെയും ഒക്കെ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കിയിട്ടും കാൽക്കുലേഷൻ അങ്ങോട്ട് പറ്റില്ല. ഇനി അധികമായിട്ട് ആർക്കെങ്കിലും പൈസ എങ്ങനെ എടുത്തു കൊടുത്തു നീ? ബാലേട്ടൻ എന്തായി പറയണേ? എനിക്ക് അങ്ങനെ തന്നെ, ഞാൻ എന്നെ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ധർമ്മൻ ആകെ വിഷമമായി. ഇന്ന് വരെ അങ്ങനെ ഒരു ചോദ്യത്തിന് ധർമ്മൻ വരുത്തിയിട്ടില്ല ബാലേട്ടന്റെ മുമ്പില്. അപ്പൊ അളിയൻ അങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ ധർമ്മന് ഭയങ്കര ഒരു വിഷമാവേണ് കേട്ടോ. കാരണം ദേവി ഒരിക്കലും സംശയിക്കാനും പറ്റില്ല. അപ്പൊ ബാലന് ഒരു ഇതില്ല. അപ്പൊ ബാലൻ ധർമ്മന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇല്ലാത്ത സമയത്ത് നിന്നെ കണ്ട പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് പോണത്, ഇനി ഇങ്ങനെ ഒരു വീഴ്ച നമ്മുടെ ഭാഗത്തുനിന്ന് വരാതെ ധർമ്മ നീ നോക്കി
നോക്കിക്കോണം. അപ്പൊ പറഞ്ഞു ശരി ഞാൻ അത് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിലും ധർമ്മന് ഉള്ളിൽ ഒരു വലിയ പ്രയാസം തോന്നിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അളിയൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ധർമ്മന്. അപ്പം നമ്മുടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന സമയം നമ്മുടെ ഗോമതി ആനന്ദിന്റെ അടുത്ത് എന്ന് പറയാണ്, എടാ ആനന്ദേ, നമ്മുടെ ദേവി മോള് പഴയ പോലെ നല്ല ചുറുചുറുക്കും സന്തോഷവും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ആനന്ദ് ആലോചിക്കും, അല്ല അതെന്താ പെട്ടെന്നൊരു മാറ്റം. അപ്പോഴാണ് നമ്മുടെ ഗോമതി പറയണത്, ഇന്നലെ മുതൽ അവൾ ഇങ്ങനെ ഗോമതി സ്റ്റോഴ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് ആനന്ദിക്ക്, ഗോമതി സ്റ്റോഴ്സിലോ, അതെന്തിനാ അവൾ അങ്ങോട്ട് കൊണ്ടുപോയത്? ബാലച്ചൻ അവളെ കുറെ ഇതിന് മുന്നേ തന്നെ ചോദിച്ചതാ, മോൾ ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ചടഞ്ഞു കൂടി ഇരിക്കണ്ട, മനസ്സിനൊക്കെ ഒരു ഇത് കിട്ടട്ടെ, അപ്പൊ നീ കടയിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് അവള് കൂട്ടാക്കില്ല. ഇപ്പൊ ഇങ്ങോട്ട് അവള് വന്ന് ചോദിച്ചു, ബാലച്ച ഞാനും കൂടെ വന്നോട്ടേന്ന്. അങ്ങനെ അവളെയും കൂട്ടി ഇന്നലെ തൊട്ട് പോയി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ ആനന്ദ് ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ഗോമതി പറഞ്ഞു, പോയത് എന്തായാലും നന്നായി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അന്നേ ദിവസം നമ്മുടെ ദേവി കടയിൽ നിന്നൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദ് ചോദിച്ചു, നീ എന്ന് മുതലാ ഗോമതി സ്റ്റോഴ്സിൽ പോയി തുടങ്ങി? അപ്പൊ 2 ദിവസമായി ആനന്ദ് ഏട്ടാന്ന് പറഞ്ഞു. ഇനി മേല നീ ആ ഗോമതി സ്റ്റോഴ്സിൽ കാലെടുത്ത് വെച്ച് പോവില്ലെന്ന് ആനന്ദ് പറയണ്. അതെന്താ ആനന്ദ് ഏട്ടാ? ബാലച്ചൻ പറഞ്ഞിട്ടാ ഞാൻ പോയത്. ആര് പറഞ്ഞിട്ടാണെങ്കിലും ഇനി നീ അവിടെയും കൂടെ ചെന്ന്, നിന്റെ അച്ഛൻ പറഞ്ഞു തന്ന ബുദ്ധിയാണോടി ഗോമതി സ്റ്റോഴ്സിൽ പോയി പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് നിന്റെ അച്ഛന് കൊടുക്കാൻ? അത് കേട്ടപ്പോ നമ്മുടെ ദേവിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ആനന്ദ് അങ്ങനെയൊക്കെ പറയുമ്പോ ആ കുടുംബത്തിന്റെ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് ആ കുടുംബത്തിലോ വേണ്ടി ദേവി ജീവിക്കണേന്നുള്ളത് ആനന്ദിന് ശരിക്കും അറിയില്ല. കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആനന്ദിന് അതൊരിക്കലും പൊറുക്കാൻ പറ്റില്ല. കാരണം ദേവി ഒരിക്കലും വിശ്വസിക്കില്ല ആനന്ദ്. കാരണം അത്രയും വലിയൊരു തെറ്റാണ് തന്റെ കുടുംബത്തിനോട് ചെയ്തിരിക്കുന്നതെന്ന് ആനന്ദിന് അറിയാം. തന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ചതിച്ചില്ലേ. ആ ഒരു കുറ്റബോധം ആനന്ദിന് വല്ലാണ്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ദേവി പറഞ്ഞു, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നല്ലതിന് വേണ്ടി മാത്രമേ ആനന്ദേട്ട ചിന്തിക്കാറുള്ളൂ. പിന്നെ ബാലച്ചൻ ഈയിടെയായിട്ട് കടയിൽ ഇച്ചിരി ഒരു ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മമാമനും കൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ പോകാന്ന് കരുതിയത്. ബാലച്ചനും കൂടെ വേണ്ടിയിട്ടാ ഞാൻ പോയെന്ന് പറഞ്ഞു. ഓ, എന്റെ അച്ഛനോട് എന്ത് സ്നേഹവും കടപ്പാടോ നിനക്ക് എടി. എന്നിട്ടാണോടി നീ നിന്റെ ആ നാശം പിടിച്ച നിന്റെ തന്തയും കൂടെ ചേർന്നിട്ട് എന്റെ അച്ഛനെ ഇങ്ങനെ അമ്മയും അച്ഛനെയും എന്റെ കൂടപ്പുറപ്പിലൊക്കെ ചതിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയണം കേട്ടോ. നമ്മുടെ ദേവിക്ക് സഹിക്കാൻ പറ്റില്ല. ദേവി പൊട്ടിക്കരയണം. പക്ഷെ ആനന്ദ് അതൊന്നും വക കൊള്ളാണ്ട് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. പക്ഷെ ദേവിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ദേവീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേവിക്ക് ആ കുടുംബം ദേവമംഗലം കുടുംബം കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. തന്നെ ഇങ്ങനെ ഒരു ഇതിൽ കെണിയിൽ പെടുത്തിയത് തന്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്നാണ്. പക്ഷെ ആ ദേവി അറിഞ്ഞുകൊണ്ടല്ല. അങ്ങനെ ദേവിക്ക് വലിയ സങ്കടമാണ് ആനന്ദിന്റെ ഈ ഒരു പെരുമാറ്റം. ദേവിക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പായി, അത് ആനന്ദേട്ടന്റെ ജീവിതത്തിൽ തനിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് നമ്മുടെ ദേവിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഇനി വരുന്ന ഒരു 2, 3, 4 ദിവസത്തെ ഒരു എപ്പിസോഡിന്റെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും പിന്നെ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ട് കാണാനായിട്ടും കൂടെ ശ്രമിക്കണം കേട്ടോ. പുതുതായിട്ട് വരുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓളും കൊടുത്ത് എന്ന് ഇനേബിൾ ചെയ്ത് വെച്ചോളൂ. കാരണം നമ്മുടെ ഈ ലൈവിന്റെയും ഷോർട്സിന്റെയും പ്രൊമോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. വേറൊന്നുമില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ 1 വീക്ക് പ്രൊമോ നമ്മളെ സാന്ത്വനം 2 ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ പ്രൊമോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് മഴ അങ്ങോട്ട് ഇരുണ്ട് കയറി വരണുണ്ടോ. ഇപ്പൊ പെയ്യുന്നു തോന്നുന്നു. തുണിയൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.